ഗൈസ്, ഇപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബറി ബോബാണ്. അപ്പോൾ ഗൈസ് ഇവിടെ ക്യാമറയുണ്ട്. അതിൽ നമ്മൾ കണ്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി നമ്മളെ മേത്തേക്ക് വരും. സോ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോവാൻ. ഈ ക്യാമറ യെസ് പെടുന്നിർക്ക് ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. നമുക്ക് ഡിഡക്റ്റ് ഇല്ല എന്നാണ് തോന്നുന്നത്. യെസ്, ആ ക്യാമറ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഒറ്റ ഓടിൽ അമ്മച്ചി പെട്ടി 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 പെട്ടി. അയ്യോ എന്തോ ഭാഗ്യം അമ്മച്ചി. ജസ്റ്റ് മിസ് ഇട്ടാ ഇപ്പം എന്നെ ഞാൻ പിടിച്ചു എന്ന് വരെ കരുതിപ്പോയി. ഒരു മിനിറ്റ്. അമ്മച്ചി അമ്മച്ചി പെട്ടി അമ്മച്ചി എല്ലാവരുടെ മേത്തിലാണ് ഞാൻ പെട്ടത്. അമ്മച്ചോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കപ്പെടുക്കെ ഇതുവരെ ശരിയാണ്. ഞാൻ പെട്ടി ഇവിടെ ഞാൻ കുറച്ച് സൂക്ഷിക്കുകയാണ്. കാരണം ഒരുപാട് ലേസർ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ പെടാൻ ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് മിസ്. മറ്റേ എന്തോ രക്ഷപ്പെട്ടു ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ നിധി എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് എസ്കേപ്പ് ആവണമെങ്കിൽ അയ്യമ്മച്ചി 2 ഡെന്റിസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോകണം ഗൈസ്. ദാറ്റ് ഈസ് വളരെ പാടാണ്. അവർ മണ്ടന്മാരായത് കണ്ടില്ല കേട്ടാ. അമ്മച്ചി ഇവിടെ സാറുണ്ട്. ജസ്റ്റ് മിസ്. ഞാൻ വായിക്ക് ചെന്ന് കൊടുത്താണ് ഇപ്പോൾ. അമ്മച്ചി അങ്ങോട്ട് ഒളിക്കൊളിക്കൊളിക്കൊളിക്ക്. സാറ് കണ്ടില്ല ഗൈസ്. സാറ് കണ്ണ് പൊട്ടനാണ്. ഒളിക്കൊളിക്കൊളിക്കൊളിക്കേ. ഓടോ അമ്മച്ചി ഞാൻ രക്ഷപ്പെട്ടിട്ടാ. അല്ലെങ്കിൽ നമ്മളവിടെ പെട്ടുപോയാനെ ഗൈസ്. ഭാഗ്യമുണ്ട്. കോവിനെത്രയെങ്കിലും ആവട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഓക്കെ നമ്മളിനി 10ാം ലെവലായിട്ടാണ് കളിക്കാൻ പോണേ. സീക്രറ്റ് എക്സിറ്റ്. നോ, ഓ മൈ ഗോഡ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് ലേസുള്ള ലെവലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് എൻ്റെ എത്ര ലേസറാടാ ഇതിൻ്റെ ഇടയിൽ കൂടെ. നമ്മൾ എങ്ങനെ പോകാനാണ്? വിച്ച് മീൻസ് ഇമ്പോസിബിൾ. അമ്മച്ചി ഇതെന്താ ബാങ്ക് ആവണ്ടാടാ ഇത്രയും വലിയത്. എൻ്റെ അമ്മ ജസ്റ്റ് മിസ്. ഇപ്പം അതിൽ ഞാൻ പെട്ടു പോകാൻ. അവിടെ റെഡ് ഉണ്ട്. റെഡ് ഓഫ് ചെയ്താൽ കുറച്ച് ആശ്വാസമായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. പെടുന്നു പോ. അമ്മച്ചി ബെട്ട് ഞാൻ ബെട്ട്. അമ്മച്ചി ഇത് തുറക്കൂല. അമ്മച്ചി അവിടെ കളിക്കാരും കയറിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാ പെട്ട്. ഭാഗ്യം ഇങ്ങോട്ട് വന്നില്ല ഗൈസ്. ഞാനിപ്പോ ഡെഡായി. വായിലേക്ക് ഞാൻ അങ്ങോട്ടാണ്. ഞാൻ പെട്ടെന്ന് പോവാൻ പറ്റിയില്ല. അങ്ങോട്ട് പോയി. നമ്മൾ ഈ ലേസറിൽ ഏതെങ്കിലും ഓഫ് ചെയ്യണം കേട്ടോ എനിക്ക് തോന്നുന്നു. അല്ലാതെ നമുക്ക് പോണത് ഭയങ്കര ടൈറ്റാണ്. ഒന്ന് പോടാ. ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് നമ്മൾ അടുത്ത ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് മാക്സിമം റോബറി ബോബിൻ്റെ ചാപ്റ്റർ 3 കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അടുത്തത് ഗോയിങ് അപ്പാണ് ഗൈസ്. എങ്ങോട്ടാണ് പോണത്? അമ്മച്ചി ഇപ്പോഴത്തെ ലെവലിലൊക്കെ CCTV ക്യാമറ ലേസർ മാത്രമേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് എസ്കേപ്പ് ആകാൻ. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടി പണിപ്പാളിയാണ് ഗൈസ്. പണിപ്പാളിയാണ്. ഹലോ സാർ, എന്നെ കണ്ടോ? കാണൂല ഗൈസ്, കാണൂല. പൊട്ടനാണ്.
അവിടെ നമ്മൾ ഒറ്റയടിക്ക് പോയി ഒളിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പണി തീർന്നു. രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയിട്ട് ഓക്കെ 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 പെട്ടെന്ന് ഓക്കെ. അമ്മച്ചി അവിടെ ആളുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല. നമുക്ക് ഇനി എവിടെയാണ് നിധി കാണാനില്ലേ ഗൈസ്? മിക്കവാറും ഈ ലോക്കറിലായിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ പെട്ടെന്ന് പോ അയ്യോ 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 അമ്മച്ചി കണ്ടില്ല നിങ്ങൾ? ഇവരൊക്കെ പൊട്ടന്മാരാണ് ഗൈസ്, ഇവരൊക്കെ പൊട്ടന്മാരാണ്. റെഡ് ലേസർ ഓഫ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ താക്കോൽ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. എന്തോ ഭാഗ്യം ജസ്റ്റ് മിസ്സിനാണ്. ഓക്കെ 12ാമത്തെ ലെവലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. പ്ലാൻസ് ഫോയിൽഡ് അങ്ങനെ എന്താണ്. ഓക്കെ നമ്മൾ അടുത്ത ലെവലിൽ എത്തിയിട്ടുണ്ട്. മിസ്റ്റർ ബോബ് ടേൺ ബാക്ക് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ പോയി അമ്മച്ചി. കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിയ അവസ്ഥയായി. പെടന്നോളിക്ക എവിടെയെങ്കിലും ഒളിക്കാൻ. എന്തോ രക്ഷപ്പെട്ട്. എടാ നിധി എവിടെയാണ്? നിധി നമ്മുടെ മിക്കവാറും നമുക്കിവിടെ വസ്ത്രം മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ വസ്ത്രം മാറുന്നതായിട്ട് എനിക്ക് ആദ്യം തോന്നണേ. അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ ചാൻസ് ഇല്ലല്ലോ ഗൈസ്. IQ വേണം 300 മൂവ് IQ. ഇതിനു വേണ്ടിയാണ് നമ്മൾ വസ്ത്രം മാറുന്നത്. എനിക്കൊരു ആവശ്യം ഉണ്ടായില്ല. അവിടെ വസ്ത്രം പോയിട്ട് മര്യാദയ്ക്ക് മാറിയായിരുന്നു. ഇങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. ഈസിയായിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റും. നമ്മളൊരു താക്കോലുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വസ്ത്രം മാറണം കേസ്. നമുക്ക് പോലീസിൻ്റെ അല്ല സയൻറ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ ആണ്. ഇവിടെ ഈ സാറ് എന്തൊക്കെയോ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാണ് ഗൈസ്. എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. B+² C+ അങ്ങനെ എന്തോ ആണ്. നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ കൂടെ നമുക്ക് ഈസിയായിട്ട് നടന്നു പോകാം. പക്ഷെ നമ്മുടെ ലേസറിൻ്റെ മുമ്പിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല ഗൈസ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ അയ്യോ ഞാനെന്തിനാണ് ഗൈസ് ഓടിയത്? ഒരു ആവശ്യം ഉണ്ടായില്ലട്ടാ. അമ്മച്ചി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലൈഫ് എടുക്കാം ഗൈസ്. ലൈഫ് എടുക്കാം. ഓക്കെ സാർ വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ എന്ത് ചെയ്യാനാണ്? ഒന്നും കൂടെ ലൈഫ് എടുക്കണ്ട ഗൈസ്. ഇനി ലൈഫ് എടുക്കണ്ട. അമ്മച്ചി ഇവിടെ ആരെങ്കിലും ഉണ്ട്? നമുക്ക് പെട്ടെന്ന് പോയിട്ട് അവിടെ പോയിട്ട് എടുത്തിട്ട് വരാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈസിയായിട്ട് നമുക്ക് പോയിട്ട് ഇവിടെ താക്കോൽ എടുക്കണം. താക്കോൽ എടുത്തിട്ട് ഇങ്ങോട്ട് പോകണം. അയ്യോ പറഞ്ഞു ഇപ്പം ലേസറിൽ കൂടി പോകണം. എൻ്റെ കയ്യിലൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. പെടുത്തു സാറേ പെടുന്നു വാ. ഇവിടെ വീണ്ടും സാർ B+² C+ അങ്ങനെ എന്തോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ പെട്ടെന്ന് പോകണം. ഇവിടെ കയറണം. എന്നാലും ഈസിയായിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് എത്താൻ പറ്റും. ഓ ലേസറിന് ഇപ്പോൾ തട്ടിയാണ് കേട്ടോ, ഞാൻ കണ്ടില്ല. ഓ മൈ ഗോഡ് അമ്മച്ചിയോടെ നമുക്ക് ലേസറിൻ്റെ മുമ്പിൽ കൂടെ പോകാൻ പറ്റുമോ? നമുക്ക് മിക്കവാറും റെഡ് ഓഫ് ചെയ്യണ എന്തെങ്കിലും ബട്ടൺ അവിടെ ഉണ്ടാവും. യെസ് റെഡ് ഓഫ് ചെയ്യണ ബട്ടൺ അവിടെ ഉണ്ട്. കാരണം നമുക്ക് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഈ പ്രശ്നം
മണ്ടന്മാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ആ മണ്ടന്മാരല്ല, ഈശിപ്പൂശി. നമുക്ക് ഏതുവരെയാണ് എസ്കേപ്പ് ആവേണ്ടത്? നല്ല രീതിയിൽ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് പണിപ്പാളി. ഇതൊക്കെയാണ് ബിരിയാണി എന്ന് പറയുന്നത്. ഓ ജസ്റ്റ് മിസ്, ജസ്റ്റ് മിസ്. വെറുതെ പോയി മണ്ടത്തരം കാണിച്ചത്. കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിയെന്ന അവസ്ഥയാ. ഇത് എടുക്കരുത്, ഇത് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പണിപ്പാളി കാണരുത്. ഓ ഞാൻ രണ്ടാമത്തെ തവണ ജസ്റ്റ് മിസ്സിലാട്ടോ എസ്കേപ്പ് ആയത്. അടുത്തത് 13ാമത്തെ ലെവലാണ് സുഹൃത്തുക്കളെ. 13ാമത്തെ ലെവൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ല.